അപ്പം നയനയോട് അടുക്കളയിൽ നിന്ന് സംസാരിച്ചിട്ട് പോരുന്ന രേവതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ജാനകി പറയുവാണ്, രേവതി വിഷമിക്കൊന്നും വേണ്ട, ഇവളെയൊക്കെ ഏട്ടത്തി തന്നെ ഇവിടുന്ന് അടിച്ചിറക്കിക്കൊള്ളുന്നു. ഏതായാലും അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുവാണ്. അവർക്കെല്ലാം ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ നയന. അന്നേരം അജയൻ പറയുന്നുണ്ട് ജാനകിയോട്, നീ എന്നാ നോക്കിയപ്പോ നിനക്കൂടി ഈ കൂടി ഇതെല്ലാം ഒന്ന് വിളമ്പിയതെന്നാ എന്ന് ചോദിക്കും. അന്നേരം, ഓ ഞാനൊന്നും വിളമ്പുന്നില്ലേ, ഇവിടെ ഒരു വിളമ്പുകാരി ഉണ്ടല്ലോ, അവള് വിളമ്പട്ടെ എന്ന് പറയുവാണ്. ഏതായാലും ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്നേരം ജയൻ പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ, നന്നായിട്ടുണ്ട് എന്ന് പറയും. അജയൻ പറയും, പണ്ട് അമ്മ ഉണ്ടാക്കിയിരുന്നത് പോലെ തന്നെയാ, അതിനേക്കാൾ കൂടുതൽ നന്നായിട്ടുണ്ട് ഇത് എന്ന് പറയുക. അമ്മ പറയുന്നുണ്ട്, ഇന്ന് മുത്തശ്ശി കേൾക്കണ്ടാട്ടോ, മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, അവരാണ് ഏറ്റവും കൂടുതൽ നയനമോളെ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് അവർക്ക് സന്തോഷമേ ആകുള്ളൂ എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെ എല്ലാവരും പുകഴ്ത്തി തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇന്ന് ഞങ്ങളുടെ വയറാണ് കേടായത് എന്ന് പറയും. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചതാണല്ലോ മോളെ, എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അതെങ്ങനെ ഓരോരുത്തരുടെ മനസ്സിൽ വിഷമാണ്, ആ വിഷം ആർക്കാണോ ഏൽക്കേണ്ടത് അവർക്ക് ഏൽക്കുള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം അജയൻ പറയുന്നുണ്ട്, അങ്ങനെ മനസ്സിൽ വിഷം വെച്ചുകൊണ്ടൊന്നും മോൾ ഒരു കാര്യവും ചെയ്യല, മോള് എന്നും സ്നേഹത്തോടെയാണ് എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി തരുന്നത് എന്ന് പറയും കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ല, പൂജാമുറിയിൽ മാത്രമല്ല ഈശ്വരനുള്ളത്, വിളമ്പുന്ന ഭക്ഷണത്തിലുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഭക്ഷണത്തിൽ ഒരിക്കലും ഞാൻ അനാവശ്യമായിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള ആണുങ്ങളെയൊക്കെ നിനക്ക് വരുതിയിലാകാൻ സാധിച്ചു, അതുപോലെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുമെന്ന് നീ കരുതണ്ട എന്ന് ജാനകി പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, ഇത് എന്തൊരു കഷ്ടമാണ്, ഏട്ടത്തി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യണം, എന്നിട്ട് ഈ കുറ്റപ്പെടുത്തലും കേൾക്കണം എന്ന് പറയും. അന്നേരം അനാമിക, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയും. ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന നയന പറയുന്നുണ്ട്, ഇതിനൊന്നും മറുപടി പറയാൻ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ശരിയാകില്ല എന്ന് പറഞ്ഞാൽ നയനെ അങ്ങോട്ട് പോവാം. പോയി കഴിയുമ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, ഈ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊന്നും വിളമ്പി തരാൻ പറഞ്ഞിട്ട് നിനക്ക് പറ്റിയില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ നീ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനകി ഒരു, ഇനി അവള് പോയില്ല, ഇനി ഞാൻ വിളമ്പി തരാന്ന്. അജയൻ പറയും, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് കൈയുണ്ട്, ഞങ്ങൾ വിളമ്പി കഴിച്ചോളാം എന്ന് അജയൻ പറയുവാണ്. പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി നയനോട് പറയാം, അതെ ഇനിയിപ്പൊ 41 ദിവസം അവന് വ്രതമല്ലേ, ആ സമയത്ത് നിനക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിൽക്കാം കേട്ടോ, അങ്ങനെ പെൺകുട്ടികൾ പോയി നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും അവനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. അന്നേരം നയന പറയും, അങ്ങനെയല്ല, എന്റെ വീട്ടിലും അച്ഛൻ മാറിയിട്ടിട്ടുണ്ട്, ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്, അന്നേരം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്കറിയാം എന്ന് പറയുവാണ്. അന്നേരം ദേവേനെ പറയാം, അല്ല നീ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ അത് എനിക്കൊരു ആശ്വാസമായിരുന്നു, നിന്റെ മുഖം കണി കാണുന്നുണ്ടല്ലോ, കാണുന്നത് എനിക്ക് അവലക്ഷണമാണ് എന്ന് പറയും. അന്നേരം നയന പയ്യെ ഒരു ചിരിയോടെ പറയുവാണ്, ഇങ്ങനെ തന്നെയാണ് അമ്മയുടെ മകനും നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷെ ഇപ്പൊ പറയുന്നത് എന്നെ കണി കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്നാണ് എന്ന് പറയും. അന്നേരം അത് ദേവേനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അത് അവന്റെ വിവരക്കേട്, അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാൻ നിന്റെ വലയിൽ വീഴും എന്ന് നീ കരുതണ്ട, ഈ ജന്മം ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് പറയുവാണ്. എന്നിട്ട് അതിന്റെ കൂടെ ദേവേനെ പറയുന്നുണ്ട്, ഈ അനന്തപുരി തറവാടിന് ഒരു ശാപം ഉണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടോ കയറി വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിനുശേഷം ആ ശാപം മാറി ഒരു നന്മയായി മാറിയത് അനാമിക മോള് വന്നതിന് ശേഷമാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇനി അമ്മ കൂടുതൽ സംസാരിക്കണ്ട, ഇനിയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്ക മറുപടി എനിക്ക് തരേണ്ടി വരും, ഏതായാലും മാനിയിട്ട് വ്രതം നോക്കുന്ന സ്വാമിമാരുള്ള വീടല്ലേ, അതുകൊണ്ട് വേണ്ട എന്ന് പറയും. അന്നേരം നീ അങ്ങ് പറയടി, ഇനിയിപ്പോ എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ മനസ്സിൽ നീ പറയുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്ന് പറയും. അന്നേരം നയന പറയും, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തും പറയാറുണ്ടമ്മേ, അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും എനിക്കില്ല എന്ന് പറയും. ദേവേനി, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഒരു കാലത്തും നീയും അവരും ഒന്നിക്കേന, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ദേവേനി അവിടെ നിന്ന് പോകുന്നത്. പിന്നെ നയന റൂമിലേക്ക് വരുവാട്ടോ, അവരുടെ റൂമിലേക്ക്, ബെഡ്റൂമിലേക്ക്. അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നവ്യ അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, എന്തായാലും നിനക്കൊരു വിഷമം എന്ന് ചോദിക്കും. ഞാൻ പറയുന്നുണ്ട്, അല്ല ആദർശന്റെ അമ്മ പറയായിരുന്നു 41 ദിവസം നോയമ്പല്ലേ, അതുകൊണ്ട് എന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് അമ്മായിമ്മയുടെ ആ തീരുമാനം നടപ്പിലാക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, ഞാനിത് ആദർശനോട് പറഞ്ഞപ്പോഴേ ആദർശേട്ടൻ പറഞ്ഞു 41 ദിവസമല്ല 4 മണിക്കൂർ എന്നെ കാണാതിരിക്കാൻ ആദർശേട്ടന് പറ്റില്ല എന്ന്, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അപ്പം നവ്യ അതിന്റെ കൂടെ പറയുന്നുണ്ട്, എങ്കിലും ഒരു കാര്യം ചെയ്യ്, ഈ കാര്യം നേരിട്ട് അമ്മയോട് പറയാൻ പറ ആദർശേട്ടനോട് എന്ന് പറയും. അന്നേരം നയന പറയും, അങ്ങനെ പറയാനുള്ള ധൈര്യം ഒന്നും ആദർശേട്ടനില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം, അമ്മയോട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് അങ്ങ് പറയണം, അതിനെന്തിനാ ഇനി മാത്രം പേടിക്കുന്നത് എന്ന് ചോദിക്കും. നയന പറയുന്നുണ്ട്,
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാകും എന്നാണ് അമ്മയുടെ വിചാരം. പക്ഷെ അത് ഈ ജന്മം ഇനി നടക്കില്ല. ആദർശേട്ടൻ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. ഇതൊന്നും ദേവേനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദേവേനിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. അന്നേരം ഇത് മൊത്തം കേട്ടുകൊണ്ട് കാണാൻ ശേഷിയില്ലാത്തതുകൊണ്ട് തുള്ളിച്ചാടി അങ്ങോട്ട് പോകും. അന്നേരം നയന നവ്യയോട് പറയുവാണ്, അമ്മയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഇത്തിരി സങ്കടമുണ്ട്. കാരണം അമ്മ വാശിയോടെയാണ് ആദർശനെ കൊണ്ട് മാല ഇരിപ്പിച്ചത്. ആ വാശി അയ്യപ്പനോടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും പറ്റില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കും, നീ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നിന്റെ അമ്മായിമ്മയാണെങ്കിലും അവർക്ക് കിട്ടണം എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ എത്രത്തോളം ആദർശനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അമ്മയും ആദർശനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദർശന് സങ്കടമാവും. അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് നയന. അന്നേരം ഇത്രയും വലിയ നന്മമരത്തെ കണ്ട സന്തോഷത്തിൽ നിൽക്കുവാണ് നവ്യ. പിന്നെ കാണിക്കുന്നത് വൈകിട്ട് ദേവേനി റൂമിലേക്ക് വരുവാണ്. ദേവേനിക്ക് റൂമിൽ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും ദേവേനി റൂമിലേക്ക് വരുമ്പോൾ ഒരു ശരണം പിടിച്ച് പ്രാർത്ഥിച്ച് കിടക്കാൻ തുടങ്ങുവാണ് ജയൻ. ദേവേനി ജയനോട് പറയുന്നുണ്ട്, രണ്ടും കൂടെ ഹണിമൂണിന് പോകാൻ വേണ്ടി ഇരുന്നതല്ലേ, അതുകൊണ്ട് അത് സാധിക്കാത്തതിന്റെ ഒരു വിഷമം രണ്ടെണ്ണത്തിനും കാണും എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അവർ അത്രത്തോളം ആഗ്രഹിച്ചതായിരുന്നു ആ കാര്യം. ഇത് താൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ താനൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ശരിക്കും അയ്യപ്പസ്വാമിയോടാണ് നീ ഈ വാശി കാണിച്ചത്. ഇന്ന് അമ്പലത്തിൽ വെച്ചും നിനക്കൊരു ചെറിയ തലചുറ്റിലൊക്കെ ഉണ്ടായില്ലേ, വേണമെങ്കിൽ വൈകിട്ടൊന്ന് പാല് കുടിച്ചിട്ട് കിടന്നോളം മേലായിരുന്നോ, ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയും. ദേവേനി പറയും, ഓ എനിക്കിനി വേണ്ട, എന്നിട്ട് അത് കഴിച്ചിട്ട് വേണം ഞാനും ഇവിടെ കിടന്ന് ഓടാൻ. എന്റെ അമ്മരുമോളെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്ക് ആവശ്യത്തിന് പണമുണ്ട്. അതുപോലെ ആദർശ് നമ്മുടെ കമ്പനികളുടെ എല്ലാം MD ആണ്. അതുകൊണ്ട് തന്നെ പണത്തിന്റെ ആവശ്യം നമുക്കില്ല. ശരിക്കും അവനെ നന്നായിട്ട് നോക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അവന് ഭാര്യയായിട്ട് വേണ്ടത്. നിനക്കറിയത്തില്ലേ അവനൊരു ആസ്മാരോഗിയാണെന്ന്. വിവാഹശേഷം ഒരിക്കൽ പോലും അവന് അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയും. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട്, നീ അവനെ എങ്ങനെ നോക്കിയിരുന്നോ അതുപോലെ തന്നെയാണ് നയന അവനെ നോക്കുന്നത്. അതുകൊണ്ടാണ് ആ അസുഖം പിന്നീട് വരാത്തത്. കറക്റ്റ് ടൈമിൽ അവൻ അവന്റെ അസുഖം അറിഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ. അങ്ങനെ ഒരു പെൺകുട്ടിയല്ലായിരുന്നോ നമുക്ക് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ദേവേന് പറയും, ഒരിക്കലും എനിക്ക് എന്തിന്റെ പേരിലാണെങ്കിലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുക. പറയുന്നുണ്ട്, ഇനി ഞാൻ എന്റെ സ്നേഹം മൊത്തം കൊടുക്കുന്ന അനാമിക മോൾക്കാണ്. അവളെ ഞാൻ എന്റെ മരുമകളായിട്ട് കാണുകയുള്ളൂ എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട്, നീ പറയുന്ന പോലെ അത്ര സ്ട്രെയിറ്റ് ഒന്നുമല്ല അനാമിക. അതുപോലെ അവരുടെ വീട്ടുകാരും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേവേനി തോന്നുന്നില്ല എന്ന് പറയും. എന്നിട്ട് ഇതേ അഭിപ്രായം തന്നെയാണ് ആദർശനം എന്ന് പറയും. അന്തേക്കും ദേവേനി, ഇത് അവന്റെ അസൂയ കൊണ്ട് അവൻ പറയുന്നതാണ്. അവന്റെ ഭാര്യയുടെ വീട്ടുകാരാണ് വിശ്വസിക്കാൻ കൊള്ളാത്തത്. അതിനെയൊക്കെ കണി കണ്ടാൽ തന്നെ ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കാനായിട്ട് പോവാണ്. എത്ര പറഞ്ഞാലും നന്നാകില്ലല്ലോ എന്നൊരു മനോഭാവത്തിൽ ചെയ്ത് നിൽക്കുന്നു. പിന്നീട് അബിയെ കാണിക്കുന്നുണ്ട്. അബി ആകെ വിഷമത്തിലാണ്. 41 ദിവസം നോയമ്പെടുക്കുന്നതിന്റെ സങ്കടമാണ് അബിക്ക്. അബി ആകെ ഒരു 2-3 ദിവസമേ നോയമ്പെടുക്കാറുള്ളൂ ഇതിനു മുമ്പ്. അപ്പൊ ആ സങ്കടത്തിലിരിക്കുക. അന്നേരം ജലജ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, ഏട്ടത്തി ആദർശിനെ കൊണ്ട് നോയമ്പെടുപ്പിച്ചത് നിനക്കൊരു പണിയായല്ലേ, ഏതായാലും അത് നന്നായി. അങ്ങനെയെങ്കിലും കുറച്ച് ദിവസം നോയമ്പെടുത്ത് നീ ശബരിമലയ്ക്ക് പോ. അങ്ങനെയെങ്കിലും ഈശ്വരൻ നിന്നെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ, നിന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടട്ടെ എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ ഈശ്വരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ കേൾക്കുമോ? അവളും അവളുടെ ചേച്ചിയും ഒക്കെ ഈശ്വരനെ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തേക്കോ അല്ലേ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഒരാളുടെ കൂടെ മാത്രം ഈശ്വരൻ നിൽക്കുകയില്ല. എങ്ങനെയെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിച്ച് നീ നോയമ്പെടുക്കുക എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അവൾ ഒരു ഇത്തിക്കണ്ണിയാണ്, ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം അവൾ അങ്ങനെ പോകുമെങ്കിൽ 41 അല്ല 400 ദിവസം
കുളമ്പുമാക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവാട്ടോ. ഈ സമയം നമ്മുടെ അനാമികയ്ക്കും രേവതിക്കും ഭയങ്കര വിഷമം. അവരൊന്നും തോറ്റുപോയില്ലേ ഇന്ന് നയനയുടെ നവയുടെ മുമ്പില്. അതുകൊണ്ട് അവർക്കൊന്ന് ജയിക്കണം. അതിന് രേവതി പറയുവാണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ തന്നെ അങ്ങ് ഇല്ലാതാക്കണം, എങ്കിലേ അവൾ കുറച്ചു നാൾ കിടന്നു പോവുള്ളൂ. അതിനുവേണ്ടി എന്താഴ്ച ചെയ്യണം എന്നൊക്കെ പറയുക. അനാമിക പറയുന്നുണ്ട് അത് തന്നെയാ വേണ്ടത്, അല്ലെങ്കിൽ തന്നെ അവളുടെ വയറ്റിൽ എന്തിനാ അങ്ങനെ ഒരു കുഞ്ഞ്? ആ കുഞ്ഞിനെ അവളുടെ ഭർത്താവ് അംഗീകരിച്ചിട്ടില്ല, ഭർത്താവിന്റെ അമ്മയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ആ കുഞ്ഞു പോയാലും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇത് കേൾക്കുന്ന ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. ജലജ മാറിയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ജലജ മനസ്സിലോർക്കുക, ഈശ്വര അങ്ങനെ അങ്ങ് ചെയ്യാ, എന്റെ പണി അങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടട്ടെ എന്നൊക്കെ ജലജ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം ഇവർ ഇത്രയും പറഞ്ഞിട്ട് നോക്കുമ്പോൾ ജലജ അവിടെ നിൽക്കുന്നതാണ്. അവർക്ക് ഒരു വിഷമം. അന്നേരം ജലജ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, അവൾ ഈ വീടിനെ അടക്കി ഭരിക്കുവാണ്. ഇനി ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ മോൾക്ക് അവളുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ പെട്ടെന്ന് ചെയ്താൽ നല്ലൊരു ജീവിതം മോൾക്ക് കിട്ടും. മോള് അർഹതയുണ്ടായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്, അവളുമാർ അങ്ങനെയല്ല എന്ന് ഓർത്തോണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഡോസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജലജ അങ്ങ് പോവാ. പോയി കഴിയുമ്പോഴേക്കും രേവതി പറയും, അതേ മോളെ അത് തന്നെയാണ് വേണ്ടത്, അവളുടെ വയറ്റിലെ ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കിയ ബാക്കി എല്ലാ കാര്യങ്ങളും നേരെ ആയിക്കോളും എന്ന് പറഞ്ഞ് അതിനുള്ള പ്ലാൻ തയ്യാറാക്കുവാണ് രണ്ടും കൂടെ. പിന്നീട് കാണിക്കുന്നത് ആദർശന് റൂമിലേക്ക് വന്നപ്പോൾ ആകെ സങ്കടം തനിച്ചല്ലുള്ളൂ. അന്നേരം നയനെ ഫോൺ വിളിക്കാം. അന്നേരം നയനെ മനസ്സിലോർക്കുന്നുണ്ട്, ഓ ഞാനിപ്പോ ഓർത്തതേ ഉള്ളല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് എന്താ ഇപ്പൊ കിടന്ന് ഉറങ്ങാറായില്ലേ എന്ന് വരും. ആദർശ് പറയും, നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ വിഷമം, നീ ഇവിടെ വന്ന് ഈ തറയിൽ കിടന്നാൽ മതി, ഇങ്ങോട്ട് പോരെ. അന്നേരം നയന, എന്റെ ഈശ്വര, ആ രാത്രിയിൽ ആ റൂമിന്റെ പരിസരത്തോട്ട് വരാൻ പോലും എനിക്ക് അനുവാദമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും. എന്നിട്ട് ആദർശിന്റെ വിഷമാന്ന് അറിയുമ്പം നയന പറയുന്നുണ്ട്, സാരമില്ല, നീ 41 ദിവസം കഴിയുമ്പോൾ ഞാൻ എന്നും കൂടെ കാണൂലോ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതാണ് ഒരു ആശ്വാസം, ഏതായാലും അത് അങ്ങനെ തന്നെ ആകാം.